മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ ടാസ്കിന്റെ ഭാഗമായിട്ട് ആദില ഒനിയിൽ കുക്ക് ചെയ്തിരുന്ന ഫുഡിലേക്ക് കുറച്ച് ഉപ്പ് വാരിയിട്ടിരുന്നു. അതേ തുടർന്ന് കുറച്ച് നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒനിയിൽ ഇനി കുക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ആദില നൂറയോട് പറയുന്നത്, ഞാൻ മാക്സിമം എൻ്റെ ക്യാരക്ടർ പിടിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. എന്നോട് ബിഗ് ബോസ് പറഞ്ഞ രീതിക്ക് ഞാൻ ഒന്ന് എൻ്റെ ക്യാരക്ടർ പിടിക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. ഒനിയിൽ ഒരു ഷെഫാണ്. അയാളുടെ പ്രൊഫഷനാണ് കുക്കിങ്. അതിൽ ഉപ്പ് വാരിയിടുക എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നതിന് തുല്യമാണ്. അയാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ രീതിക്കുള്ളൊരു ആക്ട് ഞാൻ ഒനിയിലിനോട് ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒനിയിലിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ആദ്യമൊക്കെ നീറ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തെങ്കിലും പിന്നീട് ടിഗറായിട്ട് ഒനിയിൽ നല്ല രീതിയിൽ ചൂടായി. പക്ഷെ ചൂടായി ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല. കാരണം ഓൾറെഡി റെനയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതുപോലെ ഒരു ഫൈറ്റ് ഉണ്ടായ സമയത്താണ് റെനേനെ അറിയാതെ തെറി വിളിച്ചു പോയത്. അതുകൊണ്ട് ഇന്നലെ വലുതായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല. കാരണം അറിയാതെങ്ങാനും വായിൽ നിന്നും എന്തെങ്കിലും വന്നാലോ എന്ന് പേടിച്ച് ആരിൻ്റെ അടുത്തേക്കാണ് ഒനിയിൽ കൂടുതലും പോയത്. കാരണം ഇന്നലെ ഒനിയിലിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. കയ്യിൽ നിന്നും പോയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ വായിൽ എന്താണ് വരുന്നതെന്ന് ഒനിയിലിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒനിയിൽ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത്. പക്ഷേ ഞാൻ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ ഒനിയിലിനോട് വലിയ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒനിയിലിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒനിയിലിൻ്റെ പ്രൊഫഷനിൽ കയറി കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അയാൾക്ക് ഒരു ചെരുപ്പ് കൊണ്ട് അടി കിട്ടുന്നതിന് തുല്യമായിരിക്കുമെന്ന് എനിക്ക് നല്ല കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയില്ല. ഒനിയിൽ അതിൽ ടിഗറായി. ഒനിയിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും കുറച്ച് കണ്ടന്റ് ആ വഴി കിട്ടുകയും ചെയ്തു എന്നാണ് നമ്മുടെ ആദില ഇപ്പോൾ നൂറയോട് പറയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.